വീണ്ടും ഒരു സ്കൂൾ തുറക്കല്. മറക്കാൻ പറ്റുമോ ആ കാലം? മെയ് 31 രാത്രിയിലെ ആ ബ്രൗൺ പേപ്പർ വെട്ടലും ബുക്ക് പൊതിയലും നെയിം സ്ലിപ്പ് പൊട്ടിക്കലും അതിൽ വൃത്തിക്ക് പേരെഴുതലും ഒക്കെ വീട്ടിലൊരു മിനി യുദ്ധം തന്നെയായിരുന്നു. പുതിയ ക്ലാസ്സിലെ പുസ്തകം കിട്ടുമ്പോഴുള്ള ആ ഒരു മണമുണ്ടല്ലോ, അത് തരുന്ന ഒരു വല്ലാത്ത ലഹരി വേറെ ഒരു പെർഫ്യൂമിനും തരാൻ പറ്റിയിട്ടില്ല. ഉച്ചയ്ക്ക് നല്ല കനത്ത മഴ പെയ്യുമ്പോൾ ദൈവമേ, ഇന്ന് കളക്ടർ ലീവ് പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നു എന്ന് മനസ്സിൽ വിചാരിക്കാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? ക്ലാസ് ലീഡർ ഇല്ലാത്ത സമയം നോക്കി ബ്ലാക്ക് ബോർഡിൻ്റെ അടുത്ത് നിന്ന് ചോക്ക് പീസ് മോഷ്ടിച്ച് പോക്കറ്റിലിട്ട കള്ളന്മാർ ഇന്ന് എവിടെയാണാവോ? വീട്ടിൽ നിന്ന് എത്ര നല്ല ബിരിയാണി കൊടുത്തയച്ചാലും സ്കൂളിൽ ആ പഴയ ഉച്ചകഞ്ഞിക്കും പയറിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സ്കൂൾ ബെഞ്ചിൽ കോറിയിട്ട് ഉറക്കം കളഞ്ഞ ആ പേരുകൾ, ഉറങ്ങി തീർത്ത ഹിസ്റ്ററി ക്ലാസ്സുകൾ, ബോറടിക്കുമ്പോൾ പേനയുടെ പിൻഭാഗം കടിച്ചു തിന്ന ആ ശീലം, ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് പഠിക്കുന്നതിനേക്കാൾ താല്പര്യം ബാക്ക് ബെഞ്ചിലിരുന്ന് ടീച്ചർ കാണാതെ തമാശ പറയുന്നതും ചെറിയ ഒപ്പിക്കലുകളായിരുന്നു. കരഞ്ഞും കാല് പൊടിച്ചും പോയ ആ സ്കൂൾ ടൂറുകൾ, പിന്നെ സ്കൂളിനടുത്തുള്ള ആ കുഞ്ഞു പെട്ടിക്കട. ശനിയാഴ്ചയും ഞായറാഴ്ചയും ലീവാണെന്ന് ഓർക്കുമ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ബെല്ലടിക്കുമ്പോൾ ബാഗും എടുത്ത് ഗേറ്റിലേക്ക് ഓടുന്ന ആ ഓട്ടം. ഒളിമ്പിക്സിൽ ഓടിയാൽ പോലും അത്രയും സ്പീഡ് കിട്ടില്ല അല്ലേ?